ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അമ്മായിയുടെ മക്കളായ അപ്പൂൻ്റെയും വാവിൻ്റെയും കെട്ടുനിറയാണ്. മുണ്ടൂർ പൂതനൂരുള്ള കുന്നംപുള്ളി ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ടുനിറ. അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കുറേ വളവും തിരിവും കഴിഞ്ഞ് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തിയിട്ടോ. മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ അമ്പലത്തേക്ക് കുറേ വളവും തിരിവും നല്ല ദൂരമൊക്കെ ഉണ്ടായിരുന്നു. വരുന്ന വഴി നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ എത്താൻ കുറച്ച് ലേറ്റായി. അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അവരുടെ കെട്ടുനിറയൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും കെട്ട് നിറച്ച് മുൻപിൽ വെച്ചിരിക്കണോ. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരിക്കുമ്പോഴേക്കും കെട്ടെടുക്കാൻ സമയമായി. അശ്വിത് എന്നൊക്കെയാണ് ഇവൻ്റെ ശരിക്കത്തെ പേരെങ്കിലും ഞങ്ങൾ വിളിക്കുന്നത് അപ്പു പാറു എന്നൊക്കെയാണ് കേട്ടോ. കെട്ടെടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒരേ സംസാരമായിരുന്നു. ഞാൻ മലയ്ക്ക് പോകുമ്പോൾ എനിക്ക് മുതിർന്നവർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു. ഏത് നേരം തല്ലുകൂടുന്ന ടീമായതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. നിങ്ങളെ തല്ലുകൂടരുത്, അച്ഛൻ്റെ കൈവിട്ട് പോകരുത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ 2 വർഷം മുന്നേ മലയ്ക്ക് പോയ ഓർമ്മകളാണ് കേട്ടോ. മലയ്ക്ക് പോകുന്നതിന് നല്ല സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ദിവസേന കാണുന്ന ചെടിയും വള്ളിയും എല്ലാം അവിടെ നിന്ന് കാണുന്നത് ഒരു ഭംഗിയാണ്. ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വന്നു. എല്ലാവരും അമ്പലം വലം വെച്ചതിന് ശേഷം തേങ്ങ ഉഴയ്ക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ചില ചെറിയ കുട്ടികളൊക്കെ തേങ്ങ എറിയുമ്പോൾ തിരിച്ചെന്നെ വരുന്നുണ്ട്. തിരിച്ചതിനെ വലിയവരോ വേറെ ആരെങ്കിലും എടുത്ത് എറിയുന്നുണ്ട്. പക്ഷെ അപ്പോൾ എറിഞ്ഞപ്പോൾ കുറച്ച് പൊട്ടി. പാവി എറിഞ്ഞപ്പോൾ അത് തിരിച്ചെന്നെ വന്ന് അച്ഛൻ തന്നെയാണ് കേട്ടോ എടുത്ത് പൊട്ടിച്ചത്. അമ്പലത്തിന് മുന്നിലുള്ള ഒരു ശില്പമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തായാലും കഴിവ് സമ്മതിക്കണവരൊക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രസാദമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു കേട്ടോ. അതിന് ഞാനും കുറച്ച് പ്രസാദം വാങ്ങി കഴിച്ചു. ഇനി അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കും. പോകുന്ന വഴി വാവൻ്റെ കണ്ണിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പൂനതൊന്നും വിഷയമല്ല. അപ്പം അങ്ങനെ അവർ വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നോക്കുന്നു, നമ്മുടെ പുതുശ്ശേരി വെടിയിൽ കമ്പം പോലെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കമ്പമാണ് കേട്ടോ ഇത്. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ അമ്പലത്തിൽ തന്നെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.